പാലാ നഗരസഭയുടെ പുതിയ ചെയർപേഴ്സണായി മായ രാഹുലിനെ തെരഞ്ഞെടുത്തു. LDFിന്റെയും കോൺഗ്രസ് വിമതരുടെയും ഉൾപ്പെടെ 16 വോട്ടുകൾ നേടിയാണ് മായയുടെ വിജയം. UDFിന്റെ നെറുകേടിനുള്ള തിരിച്ചടിയാണ് ഈ രാഷ്ട്രീയ വിജയമെന്ന് LDF. സ്വതന്ത്രയായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച മായ രാഹുൽ ഇനി പാലായെ നയിക്കും. 10-നെതിരെ 16 അംഗങ്ങളുടെ പിന്തുണയിലാണ് മായ രാഹുലിനെ ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തത്. 12 LDF അംഗങ്ങളും കോൺഗ്രസിലെ 3 വിമതരും മായ രാഹുലിനെ പിന്തുണച്ചു. പാലായുടെ വികസനത്തിനായി നിലകൊള്ളുമെന്ന് മായ രാഹുൽ. ഡെഫിനറ്റായിട്ടും അത് തന്നെയാണ് എൻ്റെയും ഉദ്ദേശം. ഇങ്ങനെയൊരു വിവേചനം ഒരു കാരണവശാലും ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായിട്ട്, അതായത് കൗൺസിലർമാരോട് കൂടി തന്നെ ഓരോരുത്തരും പാലാക്കാർ ഓരോരുത്തരും തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഇവിടെയുള്ള ഓരോ വിഭാഗം ആൾക്കാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോയി ഈ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഈ ഒരു കാലഘട്ടം തരണം ചെയ്ത് മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹം. ആർക്കും ഭൂരിപക്ഷമില്ലാതിരുന്ന നഗരസഭയിൽ പുളിക്കക്കണ്ടം ഫാമിലിയെ കൂട്ടുപിടിച്ചാണ് UDF അധികാരം പിടിച്ചത്. LDFിനെ അധികാരത്തിൽ നിന്നും അകറ്റി നിർത്തുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ പിന്നീട് UDFിൽ തർക്കം രൂക്ഷമായി. തുടർന്നാണ് LDF അവിശ്വാസം കൊണ്ടുവന്നത്. അവിശ്വാസത്തെ 4 കോൺഗ്രസ് അംഗങ്ങൾ പിന്തുണച്ചു. ഇതോടെ UDFിന് ഭരണം നഷ്ടമായി. ഇത് പാലായുടെ വിജയമെന്ന് LDF അംഗങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് LDFിൻ്റെ മാത്രമല്ല, പാലായിൽ നീതിക്ക് വേണ്ടി ഒരു പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും കൂടി ഒരു വിജയമാണ്. അതുകൊണ്ടാണ് ഈ മുന്നണിക്ക് നമ്മൾ നഗരവികസന മുന്നണി എന്ന് പേരിട്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും LDFിന് നമുക്ക് സ്വന്തമായിട്ട് വേണം ഭരണം പിടിക്കാമായിരുന്നു. നമ്മളെ സംബന്ധിച്ച് നേരത്തെ ഒരു നിലപാട് പറഞ്ഞിരുന്നു, വളഞ്ഞ വഴിയിലൂടെ ഭരണം പിടിക്കില്ല എന്നും. അതുപോലെ തന്നെ ഞങ്ങളുടെ പാലാ കോൺഗ്രസിൻ്റെ പാർട്ടി ചെയർമാൻ പാലാ അനാഥമാകില്ലെന്നും പറഞ്ഞായിരുന്നു. ചെയർപേഴ്സണായി തെരഞ്ഞെടുത്തതോടെ വൈസ് ചെയർപേഴ്സൺ പദവി മായ രാഹുൽ രാജിവെച്ചു. ഇനി പുതിയ വൈസ് ചെയർമാനായുള്ള തെരഞ്ഞെടുപ്പ് നടക്കും. ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പാലായിൽ കനത്ത മഴയാണ്. കഴിഞ്ഞ കുറച്ചു കാലമായി ഇരുണ്ടുമൂടിയ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് ഈ മഴയത്ത് തിരശ്ശീല വീണത്. ഇനി പുതിയ ഭരണസമിതിയുടെ പ്രവർത്തനത്തിലേക്കാണ് പാലായുടെ ശ്രദ്ധ. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.